ഹായ് കിഡ്സ്, ഇന്ന് ഞാൻ പഠിപ്പിക്കുവാൻ പോകുന്നത് ഖുദ് സേ പ്യാർ എന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. ഖുദ് സേ പ്യാർ എന്നാൽ സ്വയം സ്നേഹിക്കുക. ഇതൊരു കവിതയാണ്. എഴുതിയിരിക്കുന്നത് ശോഭനാഥ് യാദവ്. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. സൂരജ് അപ്നി ആഗ് സേ, സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, അപ്നി സ്വന്തം, ആഗ് സേ, ആഗ് എന്ന് പറഞ്ഞാൽ അഗ്നി, ഇത്തനാ പ്യാർ കരേക്ക്, ഇത്രയും സ്നേഹിക്കുന്നു. സൂര്യൻ സ്വന്തം അഗ്നിയെ ഇത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് വ ദേ സക്കേ ആഗ് ദുനിയാ കോ ഭി, അതുകൊണ്ടാണ് ഈ ലോകത്തിന് തൻ്റെ അഗ്നി നൽകുവാൻ സാധിക്കുന്നത്. അഗ്നി എന്ന് പറഞ്ഞാൽ ഇവിടെ സിംബിളൈസ് ചെയ്യുന്നത് എനർജി, അല്ലെങ്കിൽ സണ്ണിൻ്റെ പവർ എന്ന ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി അല്ലേ, സൂര്യൻ്റെ ആ ഊർജം, അതാണ് പറയുന്നത്. സൂരജ് അപ്നി ആഗ് സേ इतना प्यार करे कि वह दे सके आग दुनिया को भी. സൂര്യൻ തൻ്റെ ഊർജത്തെ ഇത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ലോകത്തിന് ഇത് നൽകുവാൻ സാധിക്കുന്നത്. ദഖത്ത് अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. ദഖത്ത് എന്ന് പറഞ്ഞാൽ മരം. അപ്നെ ഫൂലോ സേ, അപ്നെ വെച്ചാൽ സ്വന്തം, ഫൂലോ സേ എന്ന് വെച്ചാൽ ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പൂക്കൾ, ഫൂലോ സേ പൂക്കളോട്, ഇത്തനാ പ്യാർ കരേക്ക് ഇത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് വഹ് ദേ സക്കെ ഫൂൽ അവയ്ക്ക് പൂക്കളെ നൽകുവാൻ പറ്റുന്നത് ദുനിയാ കോ ഭി ലോകത്തിനും. ദഖത്ത് अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी എന്ന് പറഞ്ഞാൽ ദഖത്ത് വെച്ചാൽ മരം, മരം സ്വന്തം പൂക്കളെ ഇത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് സ്വന്തം പൂക്കളെ മറ്റുള്ള ലോകത്തിന് തന്നെ നൽകുവാൻ സാധിക്കുന്നത്. ബാദൽ अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. അപ്നെ ജൽസെ, ബാദൽ അപ്നെ ജൽസെ, ജൽ ജലം. ബാദൽ അപ്നെ ജൽസെ ഇത്തനാ പ്യാർ കരേക്ക്, മേഘം സ്വന്തം ജലത്തിനെ ഇത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് വ ദേശക്കെ ജൽ ദുനിയാ കോ ഭി, അതുകൊണ്ടാണ് ലോകത്തിനും തൻ്റെ ജലം ബാദലിന് നൽകുവാൻ സാധിക്കുന്നത്. മേ ഖുദ് സേ ഇത്നാ പ്യാർ കരൂ കി ദേ സക്കൂ പ്യാർ ദുനിയാ കോ ഭി. മേ ഞാൻ, ഖുദ് സേ സ്വയം, സ്വന്തമായി, ഞാനും സ്വന്തമായി സ്വയം സ്നേഹിക്കും എങ്കിലേ ലോകത്തിന് സ്നേഹം നൽകുവാൻ സാധിക്കൂ എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഇവിടെ സൂരജ് അപ്നെ ആഗ് എന്ന് പറയുമ്പം സൂര്യൻ തൻ്റെ ആഗിനെ ലോകത്തിന് നൽകുന്നു. തീയല്ലല്ലോ നൽകുന്നത്, സൂര്യൻ, സൺലൈറ്റ്, സൂര്യപ്രകാശം, ലൈറ്റ് എനർജി. അപ്പം സൂര്യൻ്റെ ഊർജമാണ് ലോകത്തിന് നൽകുന്നത്. മരം അപ്നെ ഫൂൽ എന്താണ്, ഒരു പൂ വന്നിട്ടല്ലേ കായ്കൾ വരുന്നത്. അപ്പം മരം ലോകത്തിന് നൽകുന്നത് എന്താണ്, പഴങ്ങൾ. അത് കഴിഞ്ഞ് ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം നൽകുന്നത്, മേഘം അപ്നെ ജൽസെ, ബാദൽ അപ്നെ ജൽസെ, ജലം വെച്ചാൽ വെള്ളം, വെള്ളം ലോകത്തിന് കൊടുക്കുന്നത് വെച്ചാൽ മേഘത്തിലെ വെള്ളം എന്താണ്, നമുക്ക് ഭൂമിയിൽ ലഭിക്കുന്നത് മഴയായിട്ടാണ്. അപ്പോൾ മേഘം മഴ നൽകുന്നു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.